പെട്ടുപോയി എന്നൊക്കെ പറയാറില്ലേ, ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. ഖാർഗെയുടെ പിറന്നാൾ ആശംസിക്കാൻ പോയതാണ് സതീശൻ. അവിടെ എത്തിയപ്പോൾ രാഹുലിന്റെ സർപ്രൈസ് പ്രഖ്യാപനം. എല്ലാവരും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക്. പല കോൺഗ്രസ് എംപിമാർക്കും പ്ലാൻ പോലും അറിയില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രിയും ആ ജാഥയിൽ പെട്ടു. അല്ല, അതെന്താ അങ്ങനെ പെട്ടതാണെന്ന് മനസ്സിലായി. എന്നാലും ഇവിടം വരെ എത്തിയതല്ലേ, ശക്തമായി ഒന്ന് പ്രതിഷേധിക്കാമായിരുന്നു കേട്ടോ. വൈകിയാണ് എത്തിയതെങ്കിലും പ്രിയങ്ക തൊണ്ട പൊട്ടി മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അതിനിടയിൽ പിന്നിൽ മുഖമൊക്കെ ഇങ്ങനെ തടവി ആകെ പരുങ്ങി നിൽക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി. ഇതും പിറന്നാൾ പരിപാടിയുടെ ഭാഗമായിരുന്നു എന്ന ഭാവം ആ മുഖത്തുണ്ടല്ലോ. ഇത്ര വലിയ വിദ്യാർത്ഥി പ്രശ്നത്തിൽ സ്വന്തം പാർട്ടിയിലെ എംപിമാരെ പോലും മുൻകൂട്ടി അറിയിക്കാത്തത് രഹസ്യതന്ത്രമാണോ ശരിക്കും? അതോ പറഞ്ഞാൽ BJP പിടിച്ച് നേതാക്കൾ വരില്ലെന്ന ഭയമോ? അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയൊരു വിഷയത്തിൽ പ്രതിഷേധിക്കാൻ നേതാക്കളെ ട്രിക്കിലൂടെയൊക്കെ എത്തിക്കേണ്ട ഗതികേട് എന്തായിരുന്നു? ജനകീയ സമരത്തെയും ഒരു ബർത്ത്ഡേ സർപ്രൈസ് ഗെയിം ആക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു മാസത്തിലേറെ ജന്തർ മന്ദറിൽ സമരം നടന്നപ്പോൾ കോൺഗ്രസ് മാറി നിന്നു. അവിടെ എത്തുന്നത് പോയിട്ട് ഒരു പോസ്റ്റെങ്കിലും ഇടാൻ ഈ നേതാക്കൾ തയ്യാറായിട്ടില്ല. അതിനെ എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും അതാണ് യാഥാർത്ഥ്യം. താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ സമരം ഏറ്റെടുത്തു, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പോലീസ് കുട്ടികളെ തല്ലി ചതച്ചതിന് പിന്നാലെ പിന്തുണ വർദ്ധിച്ചു. വിഷയം രാജ്യാന്തര ശ്രദ്ധ നേടിത്തുടങ്ങി. അപ്പോഴാണ് ദാ വരുന്നു കോൺഗ്രസിലെ ശക്തരായ നേതാക്കൾ. അപ്പോഴും യഥാർത്ഥ സമരവേദിയിലേക്കല്ല കേട്ടോ, സ്വന്തം പ്രിവിലേജ് ഉപയോഗിച്ച് ഇനി എന്ത് തന്നെ സംഭവിച്ചാലും കവറേജ് മുഴുവൻ തങ്ങൾക്ക് തന്നെ കിട്ടണം എന്ന മട്ടിൽ മറ്റൊരു വേദിയിൽ മറ്റൊരു സമരം. എന്നാലും കുഴപ്പമില്ല, ആ വാവൊന്ന് തുറന്നല്ലോ. പക്ഷേ സതീശൻ സാർ അപ്പോഴൊന്നും മിണ്ടുന്നില്ലല്ലോ. ബട്ട് വൈ? ഇത് പറയുമ്പോൾ ചിലരുടെ ചോദ്യം ഇടതുപക്ഷം എവിടെയായിരുന്നു എന്നാണ്. ജൂൺ 6 ആദ്യ ജന്തർ മന്ദർ പ്രതിഷേധത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചത് വെയിറ്റ് ആൻഡ് വാച്ച് എന്ന നടപടിയായിരുന്നു. CPIM ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികൾ അതേ ദിവസം തന്നെ സമരത്തെ പിന്തുണച്ചു. ജൂൺ 20 മുതലാണ് തുടർച്ചയായ സമരം ആരംഭിക്കുന്നത്. ജൂലൈ 15 SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ് പോലീസ് നിരീക്ഷണത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു. ജൂലൈ 18 SFI, AISF, ഐസ സംഘടനകൾ CJPക്കൊപ്പം സംയുക്ത സമരത്തിൽ ചേർന്നു. SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശം സജിയും ഐഷി ഘോഷും നിരാഹാര സമരത്തിൽ ഉൾപ്പെടെ പങ്കെടുത്തു. പക്ഷേ ഇതൊന്നും പല മാധ്യമങ്ങളുടെയും ഒരു ഫ്രെയിമിൽ പോലും ഉണ്ടായിരുന്നില്ല. ക്യാമറ കണ്ണുകൾ തിരിഞ്ഞു വരാനും ഒരുപാട് വൈകി. രാഹുൽ ഒരു ദിവസം വന്നു, അപ്പോഴേക്കും ഫുൾ കവറേജായി, മാസ് സ്റ്റോറികളായി, അതായി ഇതായി. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് പോലും അദ്ദേഹത്തെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയ രീതി അത് അപലപനീയമാണ്. അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇതാണ് മുഖ്യ പ്രതിപക്ഷ നേതാവിന്റെ ഗതിയെങ്കിൽ സാധാരണക്കാരുടെയും പാവം വിദ്യാർത്ഥികളുടെയും അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നാലും ജൂൺ 6 ആരംഭിച്ച സമരത്തിൽ 45 ദിവസം കഴിഞ്ഞെത്തി സമരം കടുപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി കടുപ്പല്ലേ അത്?